കൃഷ്ണനിഗ്രഹത്തിനായി ഗോപബാലന്റെ രൂപത്തിൽ വന്ന പ്രലംബാസുരൻ പുത്ര സൗഭാഗ്യമില്ലാതെ ദുഃഖിക്കുന്ന വൃദ്ധ ദമ്പതികളുടെ കുടിലിലാണ് അഭയം തേടുന്നത്. സ്വയം ഒരു അനാഥനെന്ന് വിശേഷിപ്പിച്ചും ദയനീയ ഭാവം ചമഞ്ഞും പെട്ടെന്ന് തന്നെ അവരുടെ സഹതാപം പിടിച്ചു പറ്റുന്നു. ഒരു പൗത്രനെ പോലെ അവർ പ്രലംബനെ സ്വീകരിക്കുന്നു. നാരായണ മന്ത്രം കേൾക്കുമ്പോൾ അവൻ്റെ അസുരഭാവത്തിന് വിളറി പിടിക്കുന്നു. വൃന്ദാവനത്തിൽ ഏവരുടെയും സംശയദൃഷ്ടിക്ക് വിധേയനായ മുനിവേഷധാരി ഗോപന്മാർക്ക് വീണ്ടും ഒരു പ്രഹേളികയാവുന്നു. ഗോക്കളെ മേയ്ക്കാൻ സ്വയം സന്നദ്ധനായ പ്രലംബന് പല നല്ല ഉപദേശങ്ങളും നൽകി വൃദ്ധ ദമ്പതികൾ ആശീർവദിച്ചയക്കുന്നു. ഗോകുലത്തിൽ പിറന്ന് ഗോകുലവാസിയായി ജീവിക്കുമ്പോഴും കംസന്റെ കൊട്ടാരത്തിൽ സേവകനായി ജോലി നോക്കുന്ന രാജഭക്തനും ദുരാഗ്രഹിയുമായ സുരേശനും അയാളുടെ ഭാര്യ സുശീലയും തങ്ങളുടെ കൃഷ്ണവിദ്വേഷം മറയില്ലാതെ തുറന്നു പ്രകടിപ്പിക്കുന്നു. ആരോരും തുണയില്ലാത്ത ഒരു അനാഥ ഗോപാലകനാണ് ഞാൻ. നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ ഞാൻ യോഗ്യനാണോ എന്നെനിക്കറിയില്ല. എന്നാലും അപേക്ഷിക്കുകയാണ്, എന്നോട് അല്പം ദയ കാട്ടണം. അനുജ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. അതുകൊണ്ടാണ് ഞാൻ അല്പം നിശബ്ദനായതും. ആ ഭിക്ഷ നീ ഇവരോട് ചോദിക്കണം. ഈ വൃന്ദാവനത്തിലെ ഒരു അതിഥി മാത്രമാണ് ഞാൻ. ഇവരുടെയൊക്കെ ദയവിൽ കഴിയുന്ന വെറും ഒരു അതിഥി. ഇവർക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതം. കണ്ണ, എന്താ ഇങ്ങനെയൊക്കെ? ഞങ്ങളെയൊക്കെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയാണോ? വേണ്ട, ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങളൊക്കെ പിണങ്ങും, തീർച്ച. പിന്നെ മിണ്ടാൻ പോലും നിൽക്കില്ല. ക്ഷമിക്കണം സ്നേഹിതരെ, ഒന്നും നിങ്ങളെ വേദനിപ്പിക്കാനായി പറഞ്ഞതല്ല. എന്നെക്കുറിച്ചുള്ള ഒരു സത്യം പുതുതായി വന്ന ഈ അതിഥിയോട് പറഞ്ഞു, അത്രമാത്രം. അഭയം തേടി വരുന്നവരോട് കരുണ കാണിക്കേണ്ട കടമ നമുക്കില്ലേ കണ്ണ? എത്തിച്ചേരേണ്ടടുത്തല്ലേ എത്തിച്ചേരാനാവൂ. തോഴരെന്തു പറയുന്നു? പാവം, നമ്മുടെ കൂടെ ചേർന്നോട്ടെ കണ്ണ. കണ്ടില്ലേ ഇവരുടെയൊക്കെ മഹാമനസ്കത. ആ നന്ദി മറക്കരുതെന്ന് മാത്രം. ഇല്ല, ഒരിക്കലുമില്ല. ഒറ്റ ദിവസം കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ ഉണ്ടായതുപോലെ എല്ലാം കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിലാണെന്നൊരു തോന്നൽ. മോഹിക്കാം, പക്ഷെ വ്യാമോഹിക്കരുത്. ഞങ്ങളോടൊപ്പം ചേരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളതും അതാണ്. എനിക്ക് സന്തോഷം അടക്കാൻ വയ്യ. ഞാൻ ഈ വൃന്ദാവനത്തിന് വേണ്ടി ഏ എന്താ? എന്തോ കാര്യമായി പറയാൻ വന്നപ്പോൾ ഇടയിൽ നിർത്തിയത്? നിങ്ങളുടെയൊക്കെ സ്നേഹപ്രകടനം കണ്ട് എനിക്ക് ആകെ വീർപ്പ് മുട്ടിപ്പോയി, തൊണ്ട ഇടറി. അതുകൊണ്ടാ. ഒന്നും ഞാൻ പറയാം. ഇനി മുതൽ എനിക്ക് ഉറ്റവരും ഉടയവരും ഒക്കെ നിങ്ങളാണ്. ഈ വൃന്ദാവനത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും ഞാൻ സന്നദ്ധനാണ്. ജ്യേഷ്ഠ, നമുക്ക് പോകാം. ശരി കണ്ണ. കണ്ണാ, ഒന്ന് ചിരിക്കു കണ്ണാ. നിന്റെ ചിരി കാണാൻ ഈ അമ്മയ്ക്ക് എന്ത് കൊതിയാണെന്നറിയോ? നിനക്കെന്താ അമ്മയോട് പിണക്കാണോ? വേണ്ട, പിണങ്ങണ്ടാട്ടോ.
അമ്മ കണ്ണന് നിറയെ വെണ്ണ തരാം. അതെയോ? അമ്മയുടെ പുന്നാര മോനെ പട്ടുമെത്തി തന്നെ കിടത്തി ഉറക്കാം. ഓ, അമ്മ പാടിത്തരാലോ. ആരാരോ ആരീരാരോ ആരാരോ ആരീരാരോ ആരാരോ ആരീരാരോ ആരാരോ ആരീരാരോ. എന്താ അഞ്ജന ഇത്? രാവിലെ തൊട്ട് ജലപാനം പോലും തൊട്ടിട്ടില്ലല്ലോ. എന്തൊരിരുപ്പാ മോളെ ഇത്. എനിക്ക് എന്റെ കണ്ണനെ കൊഞ്ചിച്ചിരുന്നാ മതി, വേറെ ഒന്നും വേണ്ടമ്മേ. അല്ലേ കണ്ണ? ഭഗവാനെ, എന്റെ മരുമകളോട് അങ്ങേക്ക് ഇനിയെങ്കിലും കനിഞ്ഞൂടെ? ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഇവളുടെ മോഹം ഇനിയെങ്കിലും സാധിപ്പിച്ചു കൊടുത്തൂടെ? എനിക്ക് ഈ കണ്ണനുള്ളപ്പോ ആ മോഹം നിറവേറിയ പോലെയാണമ്മേ. കണ്ടോ, അവനിതാ ചിരിക്കുന്നു. നീ വെറുതെ മനോരാജ്യങ്ങൾ കാണുന്നു മനസ്സിന്റെ വേദന മറക്കാൻ. അല്ലമ്മേ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത്. നോക്ക്, ഈയിടെയായി നീ വല്ലാതെ മാറിയിട്ടുണ്ട്. സദാസമയവും ഈ കൊഞ്ചിക്കലും ലാളിക്കലും തന്നെ. അമ്മുമ്മ പറയുന്നത് കേട്ടില്ലേ കണ്ണ? കണ്ണന്റെ അമ്മ മാറിയിരിക്കുന്നൂന്ന്. അമ്മയുടെ സന്തോഷം മോനല്ലേ അറിയൂ. ഈ അമ്മുമ്മയ്ക്ക് എവിടെ നിന്നറിയാനല്ലേ? മോളെ, എനിക്ക് മോഹങ്ങളുണ്ട്. ശരിക്കും ഒരു അമ്മൂമ്മയാവാൻ, ഒരു പേരക്കുട്ടിയെ ഈ കൈകളിലെടുത്ത് ലാളിക്കുവാൻ. ആ മോഹം സാധിക്കാതെ കണ്ണടിക്കേണ്ടി വരുമോന്നാ ഇപ്പൊ എന്റെ ദുഃഖം. ഈ കണ്ണനുള്ളപ്പോഴോ? അതെ മോളെ, നമ്മുടെ കണ്ണനെ പോലെ ഒരു മകൻ. അവനെ ലാളി ചോമനിച്ച്, എന്നാലും ഈ ജീവനില്ലാത്ത. അമ്മേ, എന്റെ കണ്ണനെ അമ്മയും. നീ എന്തിനാ മോളെ കരയുന്നത്? അമ്മയുടെ നാവിൽ നിന്ന് അറിയാതെ ഒന്ന് വീണുപോയി. മോള് ക്ഷമിക്കണം. ആ കണ്ണനെ തന്നെ പ്രസവിച്ചതായ ഒരു സങ്കല്പം ഊട്ടി വളർത്തി. അതെ, ആ മായ സങ്കല്പത്തിൽ നീ തൃപ്തിയാണല്ലോ. ഒരുപക്ഷെ നിന്റെ പക്വത എനിക്കില്ലാത്തത് കൊണ്ടാവാം. ക്ഷമിക്കും മോളെ. ആ നോക്ക്, അവൻ വരാറായി, നിന്റെ ഭർത്താവ്. നീ ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത് കണ്ട അവന് സഹിക്കില്ല. പ്രസവിച്ചില്ലെങ്കിലും ഞാൻ ഭാഗ്യവതിയാണമ്മേ. കണ്ണ, എന്റെ കണ്ണൻ, എന്റെ കണ്ണൻ, കണ്ണൻ. ചഞ്ചലേ, എന്താ ഇത്? എന്തിനാ നീ ഇങ്ങനെ തനിച്ചിരുന്ന് കരയുന്നത്? പറയൂ, എന്തിനാ കരയുന്നത്? ഇല്ലമ്മേ, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നിന്റെ കണ്ണുകൾ നിറഞ്ഞതെന്തിനാ? അത് കണ്ണനെ കുറിച്ച് ഓർക്കുമ്പോ കണ്ണന് അത്യാപത്ത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഓർത്തുപോയി. ആ വേദന എല്ലാ ഗോപികമാരുടെയും ഹൃദയത്തെ മതിക്കുന്ന സത്യമാണ് മോളെ. തുറന്നു പറഞ്ഞ അതെ, ഈ അമ്മയുടെ ഹൃദയവും തപിക്കുന്നത് ആ കണ്ണന് വേണ്ടിയാണ്. ഈ ഗോകുലത്തിലെ ഗോപികമാരെല്ലാം സ്വയം കൃഷ്ണമയികളായി മാറുന്നു. ഒരുപക്ഷെ അതാവാം ഗോപികമാരുടെ സൗഭാഗ്യവും ജന്മസുഹൃതവും എന്നുപോലും ചിലപ്പോൾ എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. അപ്പൊ അമ്മ? അതെ, അത് തന്നെ. നീ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? തൈര് കടയുന്ന കടകോൽ കണ്ണനായും കയറ് കണ്ണന്റെ ഇരുകരങ്ങളായും കാണുന്നുവെന്ന്. അതേ ദർശന സൗഭാഗ്യം എനിക്കും അനുഭവപ്പെടാറുണ്ട് മോളെ. ഞാനത് നിന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ട് എന്ത് കാര്യം? കണ്ണന്റെ ഓർമ്മയിൽ സംസാര ക്ലേശങ്ങളൊക്കെ താനേ മാഞ്ഞു പോകുന്നൊരവസ്ഥ. ഒരു ഗോപസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയൊരു ഭാഗ്യം
മറ്റെന്താണുള്ളത്? ഇനി മറ്റൊന്നുകൂടി ഞാൻ നിന്നോട് പറയാം. ഒരിക്കൽ രാമനെ കണ്ണനോടൊപ്പം പോകുന്നത് ഞാൻ വിലക്കിയില്ലേ? അന്നൊന്നും ഒരുപോലെ കണ്ണടയ്ക്കാനേ എനിക്ക് കഴിഞ്ഞില്ല. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. മനസ്സിലിപ്പോ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, കണ്ണന് ആപത്തൊന്നും സംഭവിക്കല്ലേ എന്ന്. അതെ, എല്ലാ ഗോപികമാരുടെ ഹൃദയത്തിലും ആ പ്രാർത്ഥന തന്നെയാണ് മുഴങ്ങുന്നത്. ജഗദീശ്വരൻ അത് കേൾക്കാതിരിക്കില്ല. നമ്മുടെ കണ്ണന് ഒരാപത്തും സംഭവിക്കില്ല മോളെ. ആ പശുവകത്തേക്ക് വരട്ടെ. ദാ പശു വന്നേ. എവിടെ? ആരാണ് ഇന്നത്തെ പുലി? ഞാൻ തന്നെ ഇന്ന് പുലി. ഈ പുലി പുല്ല് തിന്നും. എന്നാലും മുറുക്കം പിടിച്ചോ, നമ്മുടെ പശുവിനെ വിട്ടുകൊടുക്കരുത്. ഇപ്പൊ മനസ്സിലായില്ലേ പുല്ല് തിന്നുന്ന പുലികൾ ഏതൊക്കെയാണെന്ന്? ബലരാമൻ ജ്യേഷ്ഠ, എന്റെ കൈ. അയ്യോ, അയ്യോ. അയ്യോ, എന്റെ കൈ. എന്റെ കൈ വേദനിക്കുന്നു, വല്ലാതെ വേദനിക്കുന്നു. അയ്യോ. ഏയ്, ഒന്ന് നിൽക്ക. എന്താ കാര്യം? അയ്യോ. കളിയാണെങ്കിലും അതിനു മുടിച്ചിരി ചിട്ടയും ധർമ്മങ്ങളും. ബലമുണ്ടെന്ന് കരുതി എന്ത് അധർമ്മങ്ങളും കാണിക്കാൻ പാടില്ല, അതും പ്രതികാര ബോധത്തോടെ. അതത്ര നല്ലതിനാവില്ല. പുതിയ ആളായത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തോൽക്കുമ്പോ വെറുതെ മറ്റുള്ളവരെ പഴി പറയരുത്. നിന്നെ ഈ കൂട്ടത്തിൽ ചേർത്തത് കണ്ണനല്ലേ, ഞാനല്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നീ പോ. ജ്യേഷ്ഠ, എനിക്ക് കണ്ണന്റെ അരികിലേക്ക് നീ പോകണം. വിഷമിക്കാതെ പോകാം. കണ്ണാ, 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 കണ്ണാ. അയ്യോ, എന്റെ കൈ. കണ്ണാ. എന്താ ചന്ത, എന്തു പറ്റി? കളിക്കുന്നതിന്റെ ഇടയില് ആ പുതിയ ഗോപാലകൻ ആ പുതിയ ഗോപാലകൻ എന്റെ കൈ ഞെരിച്ച് ഓടിക്കാൻ നോക്കി. സത്യമാണോ ജ്യേഷ്ഠ? അതെ, ഞാനൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല.
കൃഷ്ണ. ഈശ്വരനോടുള്ള പ്രേമഭക്തിയുടെ ഭാവങ്ങൾ പലരിലും പ്രകടമാകുന്നത് പല രൂപങ്ങളിലാണ്. അവ ഓരോ വ്യക്തിയുടെയും കറകളഞ്ഞ ആത്മാലാപനങ്ങളാണ്. കൃഷ്ണമയികളായി സ്വയം വിസ്മൃതിയിലാഴുമ്പോഴും കണ്ണനിൽ പുത്രസങ്കല്പം ദർശിക്കുമ്പോഴും ലയം ഒന്നു തന്നെ, ഭഗവത് സന്നിധി. ഭാവവും ഒന്നു തന്നെ, ആത്മാവിൻ്റെ നിത്യസ്വരൂപഭാവം. സർവചരാചര പരിപാലക ഭവ സന്താപമോചക സച്ചിന്മയ വിശ്വവിധായക ശ്രീവല്ലഭ ദേവ വൈകുണ്ഠവാസ നാരായണ. ശ്രിതജനരക്ഷക ശുഭവരദായക ശ്രീവത്സലാഞ്ജന നമോ നമഃ. നളിന വിലോചന നതമുനി സേവിത നാരദ വന്ദിത നമോ നമഃ. അണുവിലും അറിവിലും അനന്തനഭസിലും അലകടലിലും നിൻ പ്രഭാ